അപ്പൊ ഞാൻ വിട്ടേക്കുവാ. 2 ദിവസം പോയത് അറിഞ്ഞില്ല. എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാരും ചേർന്ന് വന്നേക്കണം. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസിയെന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാലുകുത്തിയാലുണ്ടല്ലോ, ഇത് സ്വാമിയാ. മൈൻഡ് ഇറ്റ്. ഏയ്, എന്റെ കീ കാണുന്നില്ല. ബോബി, ദാ എന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാവേ. കുറെ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാവുന്നു. അച്ചായനിത് എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡിയാക്കിയേ, നമുക്കൊന്ന് പുറത്തു പോകണം. ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടാവുകയെ. നിങ്ങൾ എളുപ്പം റെഡിയാക്കിയേ. ആ ചെലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്. സംഭവം വളരെ സീരിയസാ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ജോണിച്ചായ, വെറുതെ ഞങ്ങൾ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. വാക്കെങ്കിലും പറയുന്നു. എനിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുമോ? ഏയ്, അത് നടക്കുകയില്ലെന്ന്. എന്താ നടക്കാത്തത്? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ? എനിക്ക് മടുത്രാവേ. തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കൊതിച്ചു പോവാ. നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ. അയ്യോ സാറേ, കുടിക്കടോ. നടക്കും, ഇല്ലെങ്കിൽ നടത്തും. മനസ്സിലായില്ലേ? ഞാനാ പറയുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സാർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഈസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ. അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാമല്ലോ? ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട്. അവനെ നിങ്ങൾക്ക് ഇവിടെ പൊറപ്പിക്കാമെങ്കിൽ ജോണി വർഗീസിന് അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും. പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് DC എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ തീരുമാനമാണ്. 31, 32, 33, 34. 41. സാറേ, ഞാൻ തന്നെയാണ് 34. So what? വാതിൽ വെളിയിൽ നിന്ന് കൂവുകയാണോ വേണ്ടത്? Get in. Silence! Silence!
Come on. Once again, I am starting from the basic economic systems. The economic system can be defined as some total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ. ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. Silence! The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, What? sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തിൽ എഴുന്നള്ളിക്കില്ലേ? എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ 3 രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു. പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created 2 classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Thank you, thank you. അയാളെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്? അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോകൃത്തരം പറയുന്നു. കേൾക്കണോ പുറത്ത്? സാർ, I say get out. മൃദുല മിസ്, മീറ്റ് മിസ്റ്റർ ജോണി വാക്കർ. ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the olden door. I'll come to thee by moonlight, thou hell should bar the way. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കും ഇതൊരു തമാശയായിട്ടേ തോന്നൂ, എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ എം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഇല്ല. എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല.
വയസ്സുകാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ പറ്റേ. പ്രിൻസിപ്പാൾ പറഞ്ഞു കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാന്ന് ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ദോഷം നിനക്കല്ല, പ്രിൻസിപ്പാളിനാ. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരെ എന്ന് എന്റെ മേറ്ററിനെ കണ്ടാൽ മതി. ഞാൻ ഇറങ്ങാം. ആ, ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും. ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവേ, എത്തുമ്പോ അറിയാലോ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വാക്കർ സ്റ്റൈൽ. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണമെന്നോ? ആ, അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ, ചളവാക്കരുത്. അച്ചായ, അത് ടീച്ചറാ, മൃദുല ടീച്ചർ. ആ വരൂ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്? ആ, അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പഴാ അറിഞ്ഞ. അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ തരും. നന്നായി. ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേൾക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. നല്ല കോളേജാ. ഇവള് ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല ഒറ്റയാളൊന്നും വരുന്നത്. നമസ്കാരം. ആ, നമസ്കാരം. താനെന്താ ഇവിടെ? ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്തസ്സുള്ളവർ താമസിക്കുന്ന ഏരിയ. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണ്ണേ. ഓ, എന്ന് കരുതി മനുഷ്യന് മുണ്ടാട്ടല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ? ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാൽ മതി. ഞാൻ എന്തുദ്ദേശിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചുകളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. ചാന്ദിനിയെ എനിക്കൊന്ന് കാണണം. ഞാൻ റിലേറ്റീവ് ആണ്. എനിക്കൊരു കാര്യം പറയാൻ. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ബോബി, കാണണമെന്ന് തോന്നി, പിന്നെ സംസാരിക്കണമെന്നും. അതുകൊണ്ടാ കള്ളം പറഞ്ഞേ.
എനിക്ക് റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവേ തന്നെ വിളിക്കരുത്. എന്നിട്ട് സംഭവം എവിടെ വരെ ആയി? കക്ഷി വളയോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം. എനിക്ക് ചാന്ദിനിയെ... നോക്കൂ, ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ 3ാമത്തെ കോളേജാ. ഇവിടെ വരും മുമ്പ് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ വാക്കുകളുമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നെ വെറുതെ വിട്ടേക്കൂ പ്ലീസ്. ഈ പ്രേമം എന്ന് പറയുന്നത് ചുമ്മാ കളിയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? അതെന്തോന്ന് വെച്ചാ അസ്ഥി പിടിച്ചു പോയിന്ന് പറഞ്ഞില്ലേ അവൻ? അതെ, നമ്മൾ ഈ വീഴ്ത്താനുള്ള ഒരു നമ്പർ ഇറക്കുമ്പോ അത് 2 തരത്തിലുണ്ട്. കളിയായിട്ടുള്ളതും കാര്യമായിട്ടുള്ളതും. അച്ഛൻ കുറെ നേരമായിട്ട് വകുപ്പ് പറയുന്നല്ലേ, കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെടാവ് നീ തന്നെ ഈ പറയുന്നേ. ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുട്ടില്ല ചീറ്റി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്ത് പറഞ്ഞ ചാമ്പ്യാലോ? ഓടെ കത്തൊക്കെ പഴയതാ. പഴയ കത്തല്ല, പുതിയ തുറന്ന് എഴുതുന്ന കാര്യമാണ് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതി കിട്ടണം. ഇവന്റെ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം. സഹതാപം കിട്ടാൻ ഈസിയാ. അവന്റെ SSLC ബുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ. കളിയാക്കാതെ. പ്രേമം ജനിക്കുന്നത് സഹതാപത്തിൽ നിന്നാ. പ്രസിദ്ധമായ പല പ്രേമങ്ങളും... അച്ചായ, ഇത് ദേവാനന്റെ കാലമല്ല, സൽമാൻ ഖാന്റെയാ. അറിയാവിടാവേ, എന്നെ അത്ര ഔട്ട്ഡേറ്റഡ് ആക്കണ്ട. എന്നാ പറ, അച്ഛൻ ഐഡിയ പറ. അതായത് നല്ല 4 വാചകങ്ങൾ എഴുതി ഉണ്ടാക്കണം. മാരക വാക്കുകളായിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഒരൊറ്റ വീശ. ഐഡിയ ഉള്ള, പക്ഷെ ആള് പോകും. എന്നതാ എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. അച്ഛനല്ലേ മോനെ പറയുന്നേ? അച്ഛാ, ഞാൻ ചുമ്മാ തമാശ മൂടിലല്ല. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പക്ഷേ തിരിച്ചാ കൊച്ചിന് അങ്ങനെ തോന്നുന്നില്ലേല് വിട്ടേക്കാം. ഡിസ്റ്റർബ് ചെയ്യണ്ട.